ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുഖം മാത്രമല്ല ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വെയിലേറ്റിട്ട് വന്ന സൺ ടാൻ എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും അതുപോലെ തന്നെ ചിലർക്ക് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് കഴുത്തിൽ വന്ന കറുപ്പ് പാട് അതുപോലെ തന്നെ ബോഡിയിലുള്ള കറുത്ത പാടുകളുണ്ടല്ലോ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഫേസ് പാക്ക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്കതൊരു ബോഡി വാഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന, പരീക്ഷിച്ച് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഒറ്റ തന്നെ ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലൻ പാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓട്സിൻ്റെ പൗഡറാണ് കേട്ടോ. ചെറിയ ടൈപ്പ് ഓട്സാണ് ഉള്ളതെങ്കിൽ അത് പൊടിച്ചിട്ടില്ലെങ്കിലും സാരമില്ല, പക്ഷേ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അതൊരു ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. കസ്തൂരി മഞ്ഞൾ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉള്ളവർ ഉറപ്പായിട്ടും റോസ് വാട്ടറും കൂടി യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ പാക്ക്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ഫേസ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി കൈകാലുകളിലുള്ള ടാനെല്ലാം മാറാനാണെങ്കിൽ കൈകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കഴുത്തിൻ്റെ താഴെയും ബോഡിയിലുള്ള പിന്നെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ ഇത് ഫുൾ ബോഡി ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം കുളിക്കുക കേട്ടോ. അതങ്ങനെ ഡെയിലി കുളിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കറുത്ത പാട് കംപ്ലീറ്റ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു ദിവസമല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ. നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പിന്നെ ഇത് എന്താ പറയുക വെറുതെ നമ്മൾ മുഖത്തേക്ക് വാരി തേച്ച് കൊടുക്കുക. അത് ചെയ്യരുത്. 2 മിനിറ്റ് ഉറപ്പായിട്ട് മസാജ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ബ്യൂട്ടി പാർലറിലെല്ലാം പോയി ഫേഷ്യലെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എത്രത്തോളം നേരം അവർ മസാജ് ചെയ്യുന്നുള്ളത്. നമ്മുടെ മസാജിങ്ങിലൂടെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തൂങ്ങിപ്പോയ സ്കിന്നെല്ലാം ഒന്ന് ടൈറ്റൻ ചെയ്യാനെല്ലാം സഹായിക്കുന്ന നല്ല, അതായത് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കും ഈ മസാജിങ് കൊണ്ട്. അപ്പോൾ മസാജിങ്ങും പ്രോപ്പറായിട്ട് ചെയ്യണം. നമ്മൾ താടീൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് സർക്കുലർ മോഷനിൽ വേണം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ മസാജ് ചെയ്ത് തന്നെ തേച്ച് പിടിപ്പിക്കുക. 2 മിനിറ്റ് മാത്രം മസാജ് ചെയ്താൽ മതി. മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങളിത് ഫേസിൽ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി അതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25-30 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക കേട്ടോ. ഫേസിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങളിത് കഴുകി കളയാനാണെങ്കിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഒരു കിടിലൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പുറത്തെല്ലാം വെയിലത്ത് പോയി വന്ന ഉടനെ തന്നെ ഈ ഒരു പാക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് സൺ ടാൻ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഇത്. അപ്പോൾ ഇത് നോക്ക്, ഇത് ഞാനിന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ആയതിന് ശേഷം ഞാനിത് കഴുകിക്കളിയാണ്. കഴുകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങളിത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും ഒരു കിടിലൻ റിസൾട്ടാണ് കേട്ടോ ഉണ്ടാകുക. വെറുതെ വലിയ വില കൊടുത്തിട്ട് നിങ്ങൾ ക്രീം വാങ്ങിയും ഫേഷ്യൽ ചെയ്തിട്ടൊന്നും സമയവും പൈസയും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഡെയിലി ഇത് ചെയ്യുക. എല്ലാ ആഴ്ചയും ഏതെങ്കിലും 2 ദിവസം നിങ്ങളിത് ചെയ്യുക. ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പുറത്ത് വെയിലത്തൊന്നും ഇറക്കാത്ത സമയത്ത് വേണം നിങ്ങളിത് ചെയ്യാൻ. അതായത് എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി വൈകുന്നേരങ്ങളിലോ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് മാത്രം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് ചെയ്ത് കഴുകിക്കഴിഞ്ഞ് വീണ്ടും പുറത്ത് വെയിലത്തേക്ക് ഇറങ്ങുക, അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് കഴുകി എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ കിട്ടും. പക്ഷേ അത് 24 അവേഴ്സ് മാത്രമേ നിലനിൽക്കൂ. നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഞാൻ പറഞ്ഞതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കാം. പക്ഷേ ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ ഓട്സ് നന്നായിട്ട് നല്ല പൊടി പോലെ പൊടിച്ചെടുക്കണം. തരിതരിപ്പ് ഉണ്ടാവരുത്. കാരണം തരിതരിപ്പ് ഇല്ലാത്ത ഓട്സ് പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യുന്നത് കൊണ്ടും ഒരു കുഴപ്പമില്ല. പക്ഷേ തരിതരിപ്പ് ഉണ്ടാകുന്ന നേരം ഒരു സ്ക്രബായിട്ട് അത് ആക്ട് ചെയ്യും. നമ്മൾ മുഖം എപ്പോഴും നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല. നമ്മുടെ ഡെഡ് സെല്ലിന് പകരം നമുക്ക് ആവശ്യമുള്ള സെൽസും കൂടി നഷ്ടപ്പെടാനാണ് അത് ഇതാക്കുക. അപ്പോൾ അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.